എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ചിത്തിര നൈറ്റ് ഓഫ് സോട്സ്, 8 of Cups energy, Knight of Wands, 7 of Pentacles, 4 of Cups and 2 of Swords energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾ മറ്റുള്ളവർ, അതായത് ഒത്തിരി കൺഫ്യൂഷൻസ് മനസ്സിലുള്ള സമയമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാസത്തിലും നല്ലതൊന്നും സംഭവിക്കില്ല എന്നുള്ളതല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ്. കാരണം ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ പെർസ്പെക്റ്റീവിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്കാറ്റേർഡ് ആണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്, ബ്ലോക്ക്ഡ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ചിന്തകൾ, അതായത് എല്ലാം നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ചെയ്ത് തീരുമാനം എടുക്കേണ്ടുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. കാരണം എനർജി ഫോക്കസ്ഡ് അല്ലാതിരിക്കുമ്പോൾ, സ്കാറ്റേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കുക, ക്ഷമയില്ലാതെ വളരെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യാതെയൊക്കെയുള്ളൊരു തോന്നലുകൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്തൊരു കാര്യം ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യെസ് ഓർ നോ പറയേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം, എന്ത് കാര്യമായാലും ജോലി സംബന്ധമായിട്ടോ അല്ലാതെ ഉള്ള കാര്യങ്ങളിലും ചോദ്യങ്ങൾ ഇന്നത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ യെസ് ഓർ നോ പറയേണ്ടുന്ന ഒരു സാഹചര്യം അല്ല എങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നുള്ളത് പറയുക. തീർച്ചയായിട്ടും അപ്പോൾ യെസ് ഓർ നോ പറയാതിരിക്കാം. അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്നുള്ളത് ചോദിക്കാം. എത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ളതും ഉറപ്പ് വരുത്തി ആ ഒരു ഇതുവരെ അവരൊരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം കിട്ടും. ആലോചിക്കുമ്പോഴും പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കര ആംബീഷ്യസ് ആയിരിക്കും ഈ ഒരു മാസം. അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ധൃതി കൂടുതലായിരിക്കും. അപ്പോൾ ധൃതി വേണ്ട, ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ പ്രയോജനകരമായിരിക്കും. പിന്നെ വന്നിട്ട് 8 of Cups എനർജി കണക്ഷൻസ് ആണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല ബന്ധങ്ങൾ, അത് ശരിക്കും നിങ്ങൾ ആ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ്, അതായത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന സമയമാണ്. പിന്നെ ചില റിലേഷൻഷിപ്പ്, ചില റീയൂണിയൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ റീയൂണിയൻ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് ആ വ്യക്തി ക്ഷണിക്കുന്നു എന്ന്. അതായത് ഒരു കാലത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടായിരുന്നു ഒരു വ്യക്തി, ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു റീയൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങളുടെ കൈകളിലാണ്. കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എങ്കിൽ ചിന്തിക്കുക, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കിനി ആവശ്യമുണ്ടോ എന്നുള്ളത്. കാരണം ചില ബന്ധങ്ങൾ, നിങ്ങൾ ആ ഒരു ബന്ധം ബ്രേക്ക് ആയപ്പോൾ നിങ്ങൾക്കറിയാം അതിനുശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു. ആ ഒരു വ്യക്തി ലൈഫിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാൾ വേണം എന്നതിലുപരി ആ വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിന് നെഗറ്റീവായിട്ട് ഏതൊക്കെ രീതിയിൽ ടോക്സിക് ആയിരുന്നു അതൊക്കെ ചിന്തിച്ച് നോക്കുക. ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയത്. ആ കാരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ബന്ധമായിട്ട് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇഫ് ദ റീസൺ സ്റ്റിൽ എക്സിസ്റ്റ് എങ്കിൽ ഒരിക്കലും തിരിച്ചു ചേരേണ്ടുന്ന ഒന്നല്ല. നിങ്ങൾ വിട്ട് കളഞ്ഞൊരു കാര്യം വീണ്ടും തിരിച്ചെടുക്കുക. നമ്മളിപ്പോൾ വേസ്റ്റ് കൊണ്ടേ കളഞ്ഞത് വേസ്റ്റ് നിന്ന് പെറുക്കിയെടുക്കുന്ന പോലെയാണോ അത് എന്നുള്ളത് ചിന്തിക്കുക. നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം
അത് അല്ലെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് ആണ് എങ്കിൽ അത് പറഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അന്ന് വഴക്കിട്ട ആ റീസൺ, അതിന് കാരണം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എങ്കിൽ, അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫലം ലഭിക്കുന്ന സമയമാണ്. വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രൊഫഷണലി സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വ്യക്തമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നൈറ്റ് ഓഫ് ഓൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ്, ഏത് കാര്യത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ എന്താണ് ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതിനെയൊക്കെ ചിന്തിക്കാൻ, പ്രത്യേകിച്ച് കരിയറിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, ഓരോ വ്യക്തികളും വ്യത്യസ്തരായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉള്ള ന്യായീകരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതേ രീതിയിൽ ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് രീതിയാണോ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വ്യക്തി പറയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളിത് ഓൾറെഡി മറ്റു രീതിയിൽ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാതെ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബെറ്ററായിട്ട് തോന്നുന്നത് ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുക. കാരണം ഇവിടെ ഈ ഒരു കാര്യം ജോലി സംബന്ധമായിട്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങളെ സംബന്ധിച്ച്, അതായത് ചില പാരൻസിനെ സംബന്ധിച്ച് അവർ കുട്ടികളെ വളർത്തുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളെ സ്കൂൾ വിടുന്ന രീതി അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന രീതിയല്ല ഇങ്ങനെയാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വർക്ക് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക, അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വർക്കായതല്ല. ഓക്കെ. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഇത് പ്രാവർത്തികമാക്കുക. മറ്റൊരാൾ ബിസിനസ് സക്സസ്ഫുൾ ആക്കിയ രീതിയിലായിരിക്കില്ല നിങ്ങൾ, കാരണം ഒന്ന് അവർ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, അവരുടെ ചിന്തയായിരിക്കില്ല നിങ്ങൾക്ക്, അവരല്ല നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റുള്ളവരെ കോപ്പി അടിച്ച് മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാലത്തും മറ്റൊരു വ്യക്തിയായിട്ട് പൂർണ്ണമായിട്ട് മാറാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ എന്താണോ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് അത് മുന്നോട്ടേക്ക് പോകാം. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്തിടയ്ക്കായിട്ടുണ്ടായിരുന്ന നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സെൽഫ് കെയർ എടുക്കുക, നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക, ഇൻറ്റൻഷനൽ ഹീലിംഗ്, അതായത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യം, അതായത് ആരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം സുഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സെൽഫ് കെയർ എടുക്കുക, സെൽഫ് ലവ്. പലരും സ്വയം സ്നേഹിക്കാൻ മറന്നുപോകും, സ്വന്തമായിട്ട് കെയർ എടുക്കാൻ മറന്നുപോകും. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒത്തിരി നിങ്ങൾ പലപ്പോഴും പല ആളുകൾക്ക് എന്തുകൊണ്ടാണ് ചില ആളുകൾ ഒരു ഏജ് കഴിയുമ്പോൾ പറയും, ഒരു 40 ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, അവർക്ക് ഒന്നിനോടും താല്പര്യമുണ്ടാവില്ല, എല്ലാവരോടും ഈർഷ്യ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ, നമുക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ ലോകത്തെ എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടമാവുന്നതാണ് പറയാം. പല ആളുകളും ഇറിറ്റേഷനും ഇതൊക്കെ കാണിക്കുന്നത് അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ ആകുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണം ചുറ്റുമുള്ളവരാവാം. കാരണം എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞ് നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ 4 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ബോർഡം കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒഴിവ് സമയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആവുക. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞു പോയിട്ടുള്ള ബോർഡം, ഈ ലൈഫിലുള്ള ഫ്രസ്ട്രേഷൻ, ബോർഡം ഇതൊക്കെ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയൊരു മാസമാണ് ഇത്. ഈ ഒരു മാസത്തേക്ക് മാത്രമല്ല, മുന്നോട്ടേക്കുള്ള മാസത്തിലും സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ആദ്യമേ പറഞ്ഞ പോലെ ഒന്ന് ക്ഷമിക്കുക, കുറച്ച് ടൈം കൊടുക്കുക. ടൈം എന്ന് പറയുമ്പോൾ 2-3 ആഴ്ചയുടെ ആവശ്യമൊന്നുമില്ല, ഒരു 3 ദിവസമോ മറ്റോ നിങ്ങൾക്ക് ടൈം എടുത്ത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക.
ഒന്ന് മനസ്സമാധാനത്തോടെ എടുക്കുമ്പോൾ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. മെഡിറ്റേഷനും യോഗ പോലുള്ള കാര്യങ്ങൾ, കോൺസെൻട്രേഷനും കാര്യങ്ങൾക്ക് വേണ്ടി യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു മാസം ഒത്തിരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.